ആരോഗ്യ മേഖലയിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ തൊഴിലാളികൾ സമരപാതയിലേക്ക്. നിലവിലുള്ള ശമ്പളം വെട്ടിക്കുറച്ചതടക്കമുള്ള അധികാരികളുടെ നടപടികൾക്കെതിരെയാണ് പ്രതിഷേധവുമായി ജീവനക്കാർ രംഗത്തെത്തിയത്. 10ാം ശമ്പള കമ്മീഷൻ പുറപ്പെടുവിച്ച റിപ്പോർട്ട് പ്രകാരമുള്ള ശമ്പളം പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ നിലവിൽ ലഭിക്കുന്ന തുച്ഛമായ വേതനത്തിൽ നിന്നാണ് 5000-6000 രൂപയോളം ഇപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഇത്തരം നടപടികളിലൂടെ 3500ഓളം കരാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ള NRHM തൊഴിലാളികളാണ് പട്ടിണിയിലായിരിക്കുന്നത്. ഇതിനെതിരെയാണ് സംസ്ഥാന വ്യാപകമായ NRHM എംപ്ലോയീസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ 2ാം ഘട്ട സമര ഭാഗമായി ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചത്. 10ാം ശമ്പള കമ്മീഷൻ സംസ്ഥാന സർക്കാർ വെച്ചുകൊണ്ട് പുതിയ കമ്മിറ്റി നിയമിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ കേരളത്തിലെ NRHM മേഖലയിൽ വർക്ക് ചെയ്യുന്ന അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് 5000, 6000, 8000 രൂപ വരെ ശമ്പളത്തിൽ കുറവ് വരുത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. PAP പോലുള്ള പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ അടക്കമുള്ള പദ്ധതികൾ പ്രതിവർഷം സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര സർക്കാരുകൾ കൊടുത്തുകൊണ്ടാണ് ഇതിനുവേണ്ടിയുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ മാറ്റിവെക്കുക. കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിലുള്ള ഈ പദ്ധതികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നത്. പൈസയ്ക്ക് യാതൊരുവിധ കുറവുകളുമില്ല. പക്ഷേ ഇതാ സമയങ്ങളിൽ കേരളത്തിലെ സാഹചര്യം ബോധ്യപ്പെടുത്തുവാൻ ബന്ധപ്പെട്ട സംസ്ഥാന മിഷന്റെ ഉദ്യോഗസ്ഥന്മാർ കാണിച്ച അലംഭാവമാണ് ഇത്തരത്തിൽ സമരത്തിലേക്ക് NRHM എംപ്ലോയീസ് ഫോറത്തിനെ മുന്നിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ആലപ്പുഴയിലെ ആരോഗ്യ കാര്യാലയത്തിന് മുന്നിൽ നടന്ന ഉപവാസ സമരത്തിന് NRHM എംപ്ലോയീസ് ഫോറം ജില്ലാ പ്രസിഡന്റ് VK സുനിൽ, അരുൺ, സെബിൻ, അംജിത്, ചന്ദ്രലേഖ തുടങ്ങിയവർ നേതൃത്വം നൽകി. NRHM സംസ്ഥാന ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലം ജീവനക്കാർ 2008-ലേക്കുള്ള ശമ്പളത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്നും തങ്ങളുടെ ആവശ്യങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ അധികാരികൾ തയ്യാറാകാത്ത പക്ഷം ഉപരോധമടക്കമുള്ള സമരമുറകളിലേക്ക് നീങ്ങാനാണ് NRHM തൊഴിലാളികളുടെ തീരുമാനം.